സ്വാഗതം. ഞാൻ മിസ്റ്റർ പഞ്ചപാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നവംബറിലെ 2 ദിവസത്തെ ന്യൂസ് ആണ്. 23-ലെയും 24-ലെയും ന്യൂസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. രണ്ടും 2 PDF ആയിക്കൊണ്ട് ഞാൻ ടെലിഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ 23-ല് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫെർട്ടിലൈസർ സെൽഫ് സഫിഷ്യൻസി എന്നുള്ള, അതുപോലെ തന്നെ ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർലമെന്ററി കമ്മിറ്റി സിസ്റ്റം, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഈ 3 ന്യൂസാണ് പ്രധാനമായിട്ട് 23-ല് ഡിസ്കസ് ചെയ്യാനുള്ളത്. 24-ലാണെങ്കിൽ ഇന്ത്യ US റിലേഷൻ ഇന്നത്താണ്. ഇന്ത്യ US റിലേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂടുതലായിട്ട് അപ്പൊ ഇന്ത്യ US റിലേഷനിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ വിസിറ്റ് ഉണ്ടായിട്ടുണ്ട്. US-ന്റെ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ട്രേഡ് റെപ്രസെന്റേറ്റീവ്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ നോക്കുന്ന ഇന്ത്യ US റിലേഷൻ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, അതുപോലെ തന്നെ ഭാരത് ഗൗരവ് എന്നുള്ള സ്കീം, ഒപെക് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പോകാനുണ്ട്. ഇതാണ് സോഴ്സ്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഇത്തരത്തിലുള്ള UPSC-യും PSC ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ന്യൂസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പ്രിലിംസ് കം മെയിൻസ് UPSC പഠനം ഓർ KS പഠനം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫസ്റ്റ് ന്യൂസിനായത് ഫെർട്ടിലൈസർ സെൽഫ് സഫിഷ്യൻസി 23-ലെ ന്യൂസ് ആണ് നോക്കുന്നത്. ബന്ധപ്പെട്ട ന്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നമുക്കറിയാം, റീസെന്റ് ഇപ്പം മിനിസ്റ്റർ ഓഫ് ദി കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ആത്മനിർഭർ ഇൻ ദി ഫെർട്ടിലൈസർ ഉണ്ടാവാൻ വേണ്ടി ഇനീഷ്യേറ്റീവ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. കീ പോയിന്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ്, നമ്മുടെ ഫെർട്ടിലൈസർ സെക്ടേഴ്സിലുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് ആണ് നീം കോട്ടിംഗ് യൂറിയ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസർ ചെയ്യുന്നതാണ്. കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാൻഡേറ്ററി ഫോർ ദ ഓൾ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് 100% യൂറിയ നീം കോട്ടഡ് യൂറിയ ആക്കണം എന്നുള്ളതാണ്. അങ്ങനെ നീം കോട്ടഡ് യൂറിയ ഉണ്ടാക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സാധാരണ മുമ്പ് വെറും യൂറിയ ആയിരുന്നു കൊടുത്തില്ലെങ്കിൽ നീം കോട്ടിങ് ചെയ്തിട്ടുള്ള ഒന്ന് സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സ്വാഭാവികമായിട്ടും പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽസ് റിഡക്ഷൻ, അത്തരത്തിൽ ആ കെമിക്കൽസിന്റെ യൂസേജ് കുറവുണ്ടാവും. റിഡക്ഷൻ യൂസേജ്. പിന്നെ അതുപോലെ തന്നെ പെസ്റ്റ് ആൻഡ് ഡിസീസ് അറ്റാക്ക് കുറവുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡൈവേർഷൻ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. പലപ്പോഴും യൂറിയ എന്ത് ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോൺ അഗ്രികൾച്ചർ പർപ്പസിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. അതിന്റെ ഡൈവേർഷൻ വളരെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ലോ റിലീസ് ഓഫ് ദി നൈട്രജനും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നൈട്രജൻ യൂസ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ അതിന്റെ ബെനിഫിറ്റ് ആണ്. അതാണ് ഒന്നാമത്തെ പ്രോഗ്രാം നമ്മുടെ ഫെർട്ടിലൈസറിൽ നീം കോട്ടഡ് യൂറിയ. രണ്ടാമത്താണ് ന്യൂ യൂറിയ പോളിസി. 2015 ഉണ്ടായിരുന്നു. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിജിനസ് യൂറിയ പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക, പിന്നെ റാഷണലൈസ് ചെയ്യുക, സബ്സിഡി ബേർഡൻ ഒക്കെ, അത്തരം കാര്യങ്ങൾ വന്നുള്ള പ്രോഗ്രാം ആയിരുന്നു ന്യൂ യൂറിയ പോളിസി. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് പോളിസി. 2012-ൽ ഉണ്ടായിരുന്നതാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് അനൗൺസ് ചെയ്താണ്. എന്തിനു വേണ്ടിയാണ്, സെൽഫ് സഫിഷ്യന്റ് ആക്കാൻ വേണ്ടി നമ്മുടെ യൂറിയ സെക്ടറിൽ. അതുപോലെ മറ്റൊരു പോളിസിയാണ് സിറ്റി കമ്പോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. പ്രൊമോഷൻ ഓഫ് ദി സിറ്റി കമ്പോസ്റ്റ്. അത് 2016-ൽ ഉണ്ടാക്കിയതാണ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. മറ്റൊന്നാണ് സ്പേസ് ടെക്നോളജി നമ്മൾ ഫെർട്ടിലൈസർ സെക്ടറിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കമ്പോസ്റ്റിന് ആണെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്തു. മറ്റൊന്നാണ് സ്പേസ് ടെക്നോളജി അഥവാ റിസോഴ്സ് മാപ്പിംഗ് നടത്താൻ വേണ്ടി സ്പേസ് ടെക്നോളജി എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താനുള്ള, അതിന്റെ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റേതാണ് ഈ ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി കൊടുക്കുക. 2010-ലുള്ള പ്രോഗ്രാം ആയിരുന്നു. അത് പിന്നീട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രകാരം ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി ആകുമ്പോൾ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സബ്സിഡി ആയിരിക്കും. ഒരു ആനുവൽ ബേസിൽ ഫിക്സ്ഡ് എമൗണ്ട് സബ്സിഡി കൊടുക്കും, എസ്പെഷ്യലി P&K ഒക്കെ ഫെർട്ടിലൈസറിനൊക്കെ. അത് എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് അറിഞ്ഞിരിക്കാം. ഈ ഫെർട്ടിലൈസർ കൺസപ്ഷൻ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യ ഫെർട്ടിലൈസർ കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 60 മില്യൺ ടൺ വരുന്നുണ്ട്. അതിൽ 55% യൂറിയാണ്. അതാണ് അതിന്റെ ഒരു കണക്ക് പറയുന്നത്. നോൺ യൂറിയ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മറ്റുള്ള വെറൈറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കോസ്റ്റ് ഹയർ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെനി ഫാമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് യൂറിയയാണ്. അതുകൊണ്ടാണ് യൂറിയന്റെ ഉപയോഗം എത്രത്തോളം കൂടാൻ കാരണമാവുന്നത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ധാരാളം മെഷേഴ്സ്, നമ്മളിപ്പോ നേരെ മുകളിൽ പറഞ്ഞ മെഷേഴ്സ് ഒക്കെ, നീം കോട്ടൺ യൂറിയ പോലത്തെ കാര്യങ്ങളൊക്കെ പല പ്രോഗ്രാമുകളും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇല്ലീഗൽ ഡൈവേർഷൻ ഒഴിവാക്കാൻ വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ. സീറോ ബഡ്ജറ്റ് ഫാമിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം.
മറ്റേതാണ് സബ്സിഡി യൂറിയ. ഓക്കെ, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പേ സബ്സിഡി ആണ് കൊടുക്കുന്നത്. പേ സബ്സിഡി ഓൺ ദ യൂറിയ ഫെർട്ടിലൈസർ മാനുഫാക്ചേഴ്സ് ആണ് കൊടുക്കുന്നത്. എന്തിന്റെ ബേസിലാണ്? ഓൺ ദ ബേസ് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ബേസിൽ കൊടുക്കുന്നു. ഓക്കെ, ഈച്ച് പ്ലാന്റിന്റെ. ഓക്കെ, അപ്പൊ അതാണ്. അതേസമയത്ത് നോൺ യൂറിയ ഫെർട്ടിലൈസർ ആണെങ്കിൽ കൊടുക്കുന്നത് ഡീകൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ബൈ ദ കമ്പനീസ് ആയിരിക്കുന്ന. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേ ചെയ്യുന്നത് ഫ്ലാറ്റ് പെർ ടൺ സബ്സിഡിയാണ് കൊടുക്കുക. അതിന്റെ ഒരു റീസണബിൾ ലെവലിൽ പ്രൈസ് നിലനിൽക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നോൺ യൂറിയ ഫെർട്ടിലൈസറിന് കൊടുക്കുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അത് ജസ്റ്റ് അത് രണ്ടും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. യൂറിയക്ക് എങ്ങനെയാണ് പ്രൈസ് കൊടുക്കുന്നതും മറ്റേതും സബ്സിഡി കൊടുക്കുന്നതും. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് പാർലമെന്ററി കമ്മിറ്റീസ് ആണ്. ഇതിനടിയിലോട്ട് ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ PDF ഷെയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയി ചെയ്യും. പാർലമെന്ററി കമ്മിറ്റി സിസ്റ്റം ന്യൂസിലുണ്ടായിരുന്നു. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ റെപ്രസെന്റേറ്റീവ്നെസ്സും അതുപോലെ തന്നെ റെസ്പോൺസീവ്നെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്ററി ഡെമോക്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് റെപ്രസെന്റേറ്റീവ്, റെസ്പോൺസീവ് ആയിരിക്കണം, അക്കൗണ്ടബിലിറ്റി ആയിരിക്കണം. അപ്പൊ അത് 2 ഫംഗ്ഷൻസ് ആണ് പാർലമെന്റ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ലോ മേക്കിംഗ്, മറ്റൊന്നത് ഓവർസൈറ്റ് ആണ്, എക്സിക്യൂട്ടീവിന്റെ മുകളിലുള്ള ഓവർസൈറ്റ്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പാർലമെന്ററി കമ്മിറ്റീസ്. പാർലമെന്ററി കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി പാർലമെന്റ് ഫോർ ഇറ്റ്സ് ഓൺ എഫക്റ്റീവ് ഫംഗ്ഷനിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുക, കംപ്ലീറ്റ് കാര്യങ്ങൾ പാർലമെന്റ് ചെയ്യാനുള്ള സമയം കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ടൈമോ അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് പാർലമെന്ററി കമ്മിറ്റീസ്. ഓക്കെ, ഒരു കുറഞ്ഞ ടീമിനെ അതൊന്ന് സെലക്ട് ചെയ്ത് അവരെന്ത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് പാർലമെന്ററി കമ്മിറ്റീസിന്റെ ആ ഒരു ജെനിസിസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഇത് പല മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പ് പാർലമെന്ററി ഡെമോക്രസിയിലും മറ്റുള്ള പാർലമെന്ററി കമ്മിറ്റീസിലൊക്കെ ആ ഒരു പ്രാക്ടീസ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. എസ്പെഷ്യലി ബ്രിട്ടീഷ് പാർലമെന്റ് ഭാഗമായിട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1950-ലാണ്. ഓക്കെ, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് ഫസ്റ്റ് വരുന്നത് 1950 എന്ന് അറിഞ്ഞിരിക്കാം. ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 105 പറയുന്നുണ്ട് പ്രിവിലേജ് പാർലമെന്ററി മെമ്പേഴ്സ് എന്നുള്ള രീതിയിലും. അപ്പൊ അതിന് ആർട്ടിക്കിൾ 118 പറയുന്നുണ്ട് പാർലമെന്റ് അതോറിറ്റി ടു മേക്ക് റൂൾസ് ഫോർ റെഗുലേറ്റിംഗ് ഇറ്റ്സ് പ്രൊസീജിയർ. അപ്പൊ അവർക്ക് റൂൾസ് ഉണ്ടാക്കാൻ പറ്റും, അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടുള്ള ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാൻഡിങ്, മറ്റത് സെലക്ട്. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്പാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഒന്ന് സ്റ്റാൻഡിങ് ഉണ്ട്, ഓക്കെ, മറ്റൊന്ന് സെലക്ട് കമ്മിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അത് പെർമനന്റ് ആണ്. ഓക്കെ, അത് എല്ലാ സമയത്തും ഉണ്ടാവുന്ന ഒരു കമ്മിറ്റിയാണ്, പെർമനന്റ് ആയിട്ടുള്ള ഉണ്ടാവുന്നതാണ്, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആനുവലി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അസൽ സെലക്ട് കമ്മിറ്റി എന്ന് പറയുന്നതാണ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയായിരിക്കും. അത് കഴിഞ്ഞാൽ അത് എന്താ പർട്ടിക്കുലർ ബില്ലിന് വേണ്ടിയായിരിക്കും, അത് കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്നതാണ്. 1993 എന്ത് ചെയ്യുന്നതിന് മുമ്പ് 17 പാർലമെന്റ് ഡിപ്പാർട്ട്മെന്റലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ 24 കമ്മിറ്റീസ് ആക്കി കൂട്ടിയിട്ടുണ്ട് 1993 എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, കമ്മിറ്റീസ് 2 ഹൗസ് ഒന്നും അത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ ബിസിനസ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ചെയർമാൻ ആണ് എന്ത് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ ഡിസ്കഷൻ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് വിടണം എന്നുള്ളത്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് പാർലമെന്ററി കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ ഫിനാൻസിലാണ് വരുന്നത്. ഓക്കെ, ഫിനാൻസ് കൺട്രോൾ ആണ് ഏറ്റവും ക്രിട്ടിക്കൽ ടൂൾ ആയിട്ട് പാർലമെന്റിന്റെ. അപ്പൊ അതിൽ വരുന്ന 3 പ്രധാനപ്പെട്ട കമ്മിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി ആൻഡ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഈ 3 കമ്മിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കമ്മിറ്റിയിൽ ഏതൊക്കെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, 2 ഹൗസ് മെമ്പേഴ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ജസ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ പാർലമെന്ററി കമ്മിറ്റീസ് ഉണ്ടാവുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഇന്റർ മിനിസ്റ്റീരിയൽ കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യും. കാരണം എല്ലാം MPs ഒക്കെ അതിൽ വരുന്നതുകൊണ്ടും അവർ പരസ്പരം കോർഡിനേഷന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ കോർഡിനേഷന് വേണ്ടിയും, അപ്പൊ അതിന് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ് മിനിസ്റ്റേഴ്സിനും ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് അതിലേക്കൊക്കെ നോക്കാൻ വേണ്ടി, എക്സാമിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് ഇൻസ്ട്രുമെന്റ് ഓഫ് ദി ഡീറ്റെയിൽ സ്ക്രൂട്ടിനിയാണ്. നമുക്കറിയാം പാർലമെന്റിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള ഏരിയാസിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യം പഠിക്കാൻ പറ്റും. സിഗ്നിഫിക്കന്റ് വാല്യൂ അഡീഷൻ ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു മിനി പാർലമെന്റ് ആക്ട് ചെയ്യുന്നതാണ് മറ്റൊരു അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഒരു സ്മോളർ യൂണിറ്റ് ഓഫ് MPs ആണ്, അതൊരു മിനി പാർലമെന്റ് പോലെ അവർ വർക്ക് ചെയ്യും. അതിൽ കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, പോപ്പുലിസ്റ്റ് ഡിമാൻഡ്സിലേക്ക് അവർ ബൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും അതിന്റെ എഫക്റ്റീവ് ലോങ് ടേം ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രധാനം പറയുന്നത് ക്ലോസ് ഡോർ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, പാർട്ടി വിപ്സിന് അതെന്തല്ല, ബൗണ്ട് അല്ല. അഥവാ പാർട്ടി വിപ്പ് എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഒരു പാർലമെന്റ് നടക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ അവിടെ പാർട്ടി ഒരു വിപ്പ് കൊടുത്താൽ, ഓക്കെ, ആ പാർട്ടി പറയുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, മെമ്പേഴ്സ് വോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അവർക്ക് ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരമൊക്കെ ഡിഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ പാർലമെന്റ് ആകുമ്പോൾ അവർക്ക് അങ്ങനത്തെ സംഗതി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് ബയാസ് അല്ലാതെ കാര്യങ്ങൾ ഡിബേറ്റ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്.
ഓക്കെ, അതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവൽ മാർജിനലൈസേഷൻ കാണാൻ പറ്റും. ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് പാർലമെന്ററിയിലെ കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യുന്ന കാര്യത്തിൽ. 14th ലോകസഭയുടെ കാര്യത്തിൽ 60% ബില്ല് പാർലമെന്റിലേക്ക് വിട്ടിരുന്നു. 15th ലോകസഭയിൽ 71% വിട്ടിരുന്നെങ്കിൽ നമ്മുടെ 16th ലോകസഭയിൽ വെറും 27% മാത്രമാണ് പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് വിട്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. ലാസ്റ്റ് ബില്ല് ഇതിലേക്ക് വിട്ടത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഏകദേശം ഒരു റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ എന്നുള്ള ആ ഒരു ബില്ലാണ് 2015 അതിനുശേഷം കമ്മിറ്റിയിലോട്ട് വിട്ടിട്ടില്ല. പുതിയ കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കാം. മറ്റൊന്ന് പറയുന്നത് നെഗ്ലക്ട് ആണ്. മാറ്റേഴ്സ് ഗ്രേറ്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള പല മാറ്റേഴ്സും എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് വിടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്ത് ഒഴിവാക്കിയ സമയത്തൊന്നും പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് വിടുന്നില്ല. അതുപോലെ തന്നെ റീസെന്റ് ഉണ്ടായിരുന്ന 3 ഫാം ബില്ലിലും കമ്മിറ്റിയിലേക്ക് വിടാതെ ഇപ്പം അത് റിവോക്ക് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നു. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാണ്, രണ്ട് സമയത്തും പറയാൻ പറ്റും. പാർലമെന്ററി ഫാം ലോയിലുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അത് കമ്മിറ്റിയിലോട്ട് കൂടുതൽ സ്കൂട്ടി നടത്താൻ വേണ്ടി വിടാത്തത്, പബ്ലിക് റെഫറൻസ് ഒക്കെ വിടാത്തതും, അതേ സമയത്ത് പാർലമെന്ററി കമ്മിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതർ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയുന്നത് എന്താണ്, പലപ്പോഴും ഫംഗ്ഷനിങ് നല്ല രീതിയിൽ ഇഷ്യൂസ് ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ലോ അറ്റൻഡൻസ് ആണ്, അതുപോലെ തന്നെ ടു മെനി മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട് കമ്മിറ്റീസിന്റെ കീഴിൽ. അത്തരം കാര്യങ്ങളൊക്കെ അതൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് ബാക്ക്ഫോർവേഡ് എന്ന് പറയാം, ഒരു ന്യൂ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യാം. പുതിയ പ്രധാനപ്പെട്ട മാറ്റേഴ്സിലൊക്കെ എന്ത് ചെയ്യാം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ കമ്മിറ്റീസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ നാഷണൽ എക്കോണമി ഉണ്ടാക്കാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റാൻഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ മാൻഡേറ്ററി ഡിസ്കഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യൽ നിർബന്ധമാക്കി മാറ്റുക പാർലമെന്ററി കാര്യങ്ങൾ. മറ്റൊന്ന് പീരിയോഡിക് റിവ്യൂ നടത്തുക. ഓക്കെ, പീരിയോഡിക് റിവ്യൂ നടത്തുക. മറ്റൊന്നാണ് റൂൾസ് അമെന്റ്മെന്റ് ചെയ്യുക. ഓക്കെ, റൂൾസ് ഓഫ് ബിസിനസ് അമെന്റ് ചെയ്യുക നിർബന്ധമാക്കാൻ വേണ്ടി, കമ്മിറ്റീസ് നിർബന്ധമാക്കാൻ വേണ്ടി. അത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേ ഫോർവേഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് ആണ് MSP ആണ്. MSP അത് ഞാൻ ഓൾറെഡി 21/2021 ഓക്കെ നവംബർ 21 ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ ന്യൂസ് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്തുകൊണ്ട് കാണാം. ഞാൻ അതിന്റെ PDF അതിന്റെ സെയിം കണ്ടന്റ് ഇവിടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കണ്ടന്റ് മാത്രം വായിക്കാൻ മതിയെങ്കിൽ ആ PDF വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആ ഒരു ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് 23rd ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 24th നമുക്ക് പോവാം. ഞാനതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, 24th നിങ്ങൾക്ക് ഇടാം. സെയിം ഡേ സെയിം സമയത്ത് അത് അപ്ലോഡ് ചെയ്യുന്നത്, എങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇടാം. അത് എടുത്ത് കാണാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി. ഓക്കെ, അപ്പം ബൈ.